പദ്ധതിയുടെ പേരിൽ ഇറാനെ US ഏതു നിമിഷവും ആക്രമിച്ചേക്കാമെന്ന ആശങ്ക ശക്തമാകുന്നതിനിടെ ഇറാന്റെ നീക്കം. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ കടലിൽ മുക്കുമെന്ന് ഇറാൻ. തങ്ങളുടെ വജ്രായുധം പുറത്തെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ കരുത്തായ USS എബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് ആർ ഫോർഡ് എന്നീ വിമാനവാഹിനികൾ ഇറാൻ തീരത്തിന് സമീപം നിലയുറപ്പിച്ച പശ്ചാത്തലത്തിലാണ് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നിരിക്കുന്നത്. വിമാനവാഹിനി കപ്പലുകൾ അപകടകാരികളാണ്, എന്നാൽ അവയെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ അതിലും അപകടകാരികളാണ് എന്നായിരുന്നു ഫെബ്രുവരി 17 നടത്തിയ പ്രസംഗത്തിൽ ഖമേനിയുടെ പ്രഖ്യാപനം. ആയുധത്തിന്റെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയില്ലെങ്കിലും ഹോർമുസ് കടലിടുക്കിൽ മേധാവിത്വം സ്ഥാപിക്കാനുള്ള ഇറാന്റെ പ്രകടനശേഷിയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണിത്. ഇറാൻ മിസൈൽ രാജാക്കന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഏത് രാജ്യം തങ്ങൾക്കെതിരെ തിരിഞ്ഞാലും അവർക്ക് നേരെ മിസൈൽ കൊണ്ട് മറുപടി നൽകുന്ന രാജ്യം. ആ രാജ്യം മറ്റു രാജ്യങ്ങളിലേക്ക് ആയുധമായി നൽകുന്നതും ഡ്രോണുകളും മിസൈലുകളുമാണ്. അങ്ങനെയുള്ള ഇറാൻ അമേരിക്ക ആക്രമിച്ചാൽ വെറുതെ ഇരിക്കില്ല എന്ന് ഉറപ്പാണ്. അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട് ഇറാൻ മിസൈലുകൾ സ്വരുക്കൂട്ടുകയും ചെയ്തിരുന്നു. അടുത്തിടെയായി 2000 മിസൈലുകൾ വരെ ഒരേ സമയം തൊടുക്കാൻ സജ്ജമായിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ കോട്ട പലപ്പോഴായി തുറന്നവർ കാട്ടിയിട്ടുമുണ്ട്. അതെല്ലാം ഭൂമിക്കടിയിലാണ്. ഭൂഗർഭ മിസൈൽ കേന്ദ്രം ഉൾപ്പെടെ 3 മിസൈൽ കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലാണ് ഇറാന്റെ കരുത്ത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയതും വൈവിധ്യമാർന്നതുമായ മിസൈൽ ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ. വിവിധ തരത്തിലുള്ള 20ലധികം ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നതാണ് ഇറാന്റെ ആയുധ ശേഖരം. അതിനാൽ തന്നെ ഖമേനി പറഞ്ഞ കപ്പലുകൾ മുക്കാൻ ശേഷിയുള്ള ആയുധം ഇറാന്റെ പക്കലുണ്ട്. അത് ഫത്ത, ഷഹാബ് 1, ഷഹാബ് 2, ഖിയാം 1, ഹോർമുസ് സീരീസ്, ഷഹാബ് 3, ഖദർ 110, ഖൈബർ ഷെക്കാൻ, ഇമാ തുടങ്ങിയവ ആയിരിക്കാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ഫത്ത. ഖമേനി സൂചിപ്പിച്ച ആയുധങ്ങളിൽ പ്രധാനമായി കരുതപ്പെടുന്നത് ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ഫത്താഹ് ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ശബ്ദത്തേക്കാൾ 13 മുതൽ 15 മടങ്ങ് വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഫത്താഹ് 1 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ രൂപകൽപ്പന ചെയ്തതാണ്. ഇതിന്റെ പരിഷ്കരിച്ച പതിപ്പായ ഫത്താഹ് 2 കൂടുതൽ സങ്കീർണമായ പാതയിലൂടെ സഞ്ചരിച്ച് ശത്രു കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ളതാണെന്നും സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നു. 2024 ഒക്ടോബറിൽ ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇത്തരം മിസൈലുകൾ ഇറാൻ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് പുറമെ നൂർ, ഖാദർ, അബു മഹദി തുടങ്ങിയ 1000-ലധികം കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലുകളും ഇറാന്റെ ആയുധശേഖരത്തിലുണ്ട്. 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അബു മഹദി മിസൈലുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് വലിയ ഭീഷണിയാണ്. കൂടാതെ സമുദ്രത്തിനടിയിലൂടെയുള്ള മൈനുകളും ടോർപിഡോകളും ഇറാൻ പ്രതിരോധത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ അമേരിക്കൻ നാവികസേനയുടെ മിസൈൽ പ്രതിരോധ കവചങ്ങളെ ഭേദിക്കാൻ ഇറാന്റെ ഈ ആയുധങ്ങൾക്കാകുമോ എന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമാണെങ്കിലും ഖമേനിയുടെ വാക്കുകൾ മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനിടെ ഇറാനെതിരായ സൈനിക നീക്കം ശക്തമാകുന്നതിനൊപ്പം ചർച്ചകളും തുടരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേത് അതീവ രഹസ്യമായ നീക്കങ്ങളെന്നും റിപ്പോർട്ടുകൾ വരുന്നു. അണുബോംബ് ഉണ്ടാക്കില്ലെന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ ഇറാന് കഴിഞ്ഞാൽ ആണവ സമ്പുഷ്ടീകരണം തുടരാൻ ട്രംപ് അനുമതി നൽകിയേക്കുമെന്നും അതല്ല അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ പദ്ധതിയെന്നുമാണ് റിപ്പോർട്ട്. അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഖമേനിയുടെ മകൻ മുജ്തബ, പുരോഹിത നേതൃത്വത്തിലെ മറ്റ് പ്രമുഖർ എന്നിവരെ വകവരുത്താനാണ് ട്രംപിന്റെ നീക്കം. ആണവ പദ്ധതിയെയും യുറേനിയം സമ്പുഷ്ടീകരണത്തെയും കുറിച്ചുള്ള ഇറാന്റെ വിശദീകരണം ലോകരാജ്യങ്ങൾക്ക് ബോധ്യമാകണമെന്നും ആണവായുധം ഉണ്ടാക്കില്ലെന്ന് ഉറപ്പ് ലഭിക്കണമെന്നും അത് വിശ്വസനീയമാകണമെന്നുമാണ് US പറയുന്നത്. ഇറാന് താൻ 10 ദിവസം നൽകുന്നുവെന്നും അതിന് അകം അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ആക്രമിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. വൻതോതിലാണ് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളും സന്നാഹങ്ങളും ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഇതിനകം എത്തിച്ചിരിക്കുന്നത്. സൈനിക സന്നാഹം ശക്തമാക്കിയതിനാൽ ചർച്ചകളിലൂടെ കരാറിലെത്തുമെന്ന് കരുതാൻ വയ്യെന്നും യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുമാണ് ഇസ്രയേലിന്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും വിലയിരുത്തൽ. അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ വെറുതെ ഇരിക്കില്ല എന്നതാണ് ഖമേനിയുടെ മുന്നറിയിപ്പ്. അതിനുള്ള വജ്രായുധം അവരുടെ പക്കൽ ഉണ്ടെന്നാണ് ഇറാൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.